Habibi, come to Sri Lanka. ഞാൻ ഇവിടെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് അവർ ലിപ് ലോക്ക് അടിച്ചിരുന്നു. ഈ വഴി അങ്ങോട്ട് നടക്കണം. രാവിലെ ഇപ്പൊ തീരെ കുറഞ്ഞു കേട്ടോ. എന്നാലും രാത്രി അങ്ങോട്ട് പോയിണ്ടേ എൻ്റെ അരവോളം വെള്ളമായി, ട്രൗസർ നനഞ്ഞു. ഇവിടെ നോക്കി കയറണം കേട്ടോ. ഈ വ്യൂ പോയിന്റ് എന്ത് രസമാണെന്നറിയോ, നല്ല ഭംഗിയുണ്ട്. നീന്താൻ കുഴപ്പമില്ല, നീന്താൻ അറിയണവരുണ്ട്. പക്ഷെ ഇത് വെച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫണ്ണാട്ടോ സാധനം. ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി എൻ്റെ തൊട്ടപ്പുറത്താണ് സീ വരുന്നത്. ഞാൻ പറഞ്ഞൊക്കെ ഒരാഴ്ച മുമ്പ് 2 ഇന്ത്യക്കാര് വെള്ളടിച്ച്, കപ്പിൾസ് ആണ് കേട്ടോ, വെള്ളടിച്ച് അവിടെ റോക്കിന്റെ സൈഡിൽ പോയി സ്ലിപ്പായി വെള്ളത്തിൽ വീണ് ബാക്കിലത്തെ ദേഹം മൊത്തം ഒരഞ്ഞു പൊട്ടിയെന്ന് പറഞ്ഞവര്. മഴ പെയ്തുകൊണ്ട് കാരണം ബീച്ച് കുറച്ച് അഗ്രസീവാണ്. ഒരു ജ്യൂസ് കുടിച്ചാലോ? എത്രയാണ് റേറ്റ് നോക്കാം. ഇത് മൂസമ്പി പോലത്തെ സംഭവം ജ്യൂസ് ഉണ്ട്, അത് കുടിക്കാം. ഇത് 200 രൂപ എന്ന് പറയണേ. അതായത് നമ്മുടെ നാട്ടിൽ 57 രൂപ. ഇപ്പൊ മൂസമ്പിയാണ്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. കടലിതേ എത്തിയിരിക്കുന്നു. ആ സൈഡ് അങ്ങനെ പോയി കുളിക്കാം. ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് കുളിക്കാം, ഏതാന്ന് നോക്കാം. ഇവിടെ സ്റ്റോക്ലിംഗ് അല്ലാണ്ട് കേട്ടോ, ഡൈവിങ് കാര്യങ്ങളല്ലാണ്ട് കടലിങ്ങനെ കിടക്കാം കേട്ടോ. നല്ല രസമുണ്ട്. കാര്യമായിട്ടുള്ള വീഡിയോ നാളെയാണ് എടുക്കുന്നത്. ഇവിടെ 2 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ഒരു ഡെസ്റ്റിനേഷൻ അതാണ് വരുന്നത്. അടുത്ത ഡെസ്റ്റിനേഷൻ വരുന്നത് ഹിൽ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതാണ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അത് നാളെ പോവാം. ഇന്ന് ഞാനൊന്ന് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കട്ടെ. എനിക്ക് കുറച്ച് കഴിഞ്ഞ് കുളിക്കണം. എന്ത് ഹാപ്പിയാണെന്നറിയോ, 2nd ഇൻ്റർനാഷണൽ ട്രിപ്പ് പൊളിച്ചു. അത് ഇന്ത്യയിൽ നമ്മുടെ തൊട്ടിപ്പുറത്തെ രാജ്യത്ത് നമുക്ക് വരാൻ പറ്റി. ഇവിടെ പക്കാ ചീപ്പാണ് കേട്ടോ. നമുക്ക് ഗോവയിലേക്കും എക്സ്പെൻസീവാണ് ഇങ്ങനത്തെ സെറ്റപ്പിലേക്കും. ആൾക്കാർ നല്ല രീതിയിൽ അവിടെ കുളിക്കുന്നുണ്ട്. അവിടെ സർഫിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് കുളിക്കാം. സാധനങ്ങൾ എവിടെ വെക്കുന്നതാണ് വിചാരിച്ചിരിക്കുകയാണ്. ബീച്ചിന് തൊട്ടിപ്പുറത്ത് റിസോർട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടേക്ക് നമുക്ക് സ്റ്റേ ചെയ്യാമെന്നുള്ളൂ. കപ്പിൾസൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഇവിടെ സ്റ്റേ വരുന്നത് നാട്ടിലെ 2000-3000 അത്ര വരുള്ളൂ. ഞാൻ പിന്നെ ഹോസ്റ്റലിൽ ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് വേറൊരു പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ സോളോ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഹോസ്റ്റൽ എടുത്തത്. വേണ്ട, ഇവിടെ സർഫിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. സർഫിംഗ് ബോർഡും തപ്പാം. ഇവിടുത്തെ 500 രൂപയുള്ളൂ. നമ്മുടെ നാട്ടിൽ എത്ര 150 രൂപ. അത് എടുക്കാം, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഫുൾ അടിച്ചോളി. ഇനി 2 ദിവസമുള്ള ഞാൻ ഇവിടെ. ചിലപ്പോൾ ഞാൻ നാളെ കൂടി താമസിക്കാനാണെന്ന് അറിയില്ല. അവിടെ സർഫിംഗ് ബോർഡ് കാണുന്നുണ്ട്. എത്രയാണെന്ന് നോക്കി, 500 രൂപയാണെന്ന് പറഞ്ഞാൽ 500 രൂപയ്ക്ക് എടുത്താൽ മതി. ഇവിടെ മീനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കേട്ടോ. നൈസ് വൈബ്, ഒന്നും പറയല്ല, സൂപ്പർ വൈബായിട്ടുണ്ട് കേട്ടോ. അവിടെ സർഫിങ് ഇപ്പോൾ ക്ലോസ് ചെയ്തു. നേരത്തെ പോയ ബ്രോഡ് അവിടെ നിന്ന് ബോഡി പെഡലെടുക്കാം. അതെടുത്തിട്ട് അവിടെ കുളിക്കാം. നമ്മുടെ ബോഡി ബോട്ടാണ്. ഇത് വയ്ക്കാം. മൈ ലഗേജ്, ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ലഗേജ് സേഫായിട്ട് വയ്ക്കാം. ഈ സാധനം കയ്യിൽ കെട്ടണം. കയ്യിൽ കെട്ടി അയ്യോ നനയുന്നു തോന്നിട്ട്. ഇത് നല്ല പാടാണ്ട്. ഇത് ബോഡി പെടല് സർഫിങ് ചെയ്യണവരെ ഞാൻ സമ്മതിച്ചു. നീന്താൻ കുഴപ്പമില്ല, നീന്താൻ അറിയണവരുണ്ട്. പക്ഷെ ഇത് വെച്ച് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫണ്ണാട്ടോ സാധനം. കടല് വേറെ തന്നെ മൂടാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കടല് നമുക്ക് ഇരട്ടി ശക്തി ഉണ്ടാവണം. നല്ല കടലായിട്ട് മുട്ടിക്കാൻ പറ്റുള്ളൂ. പുഴ പോലെയൊന്നല്ല. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ എഴുന്നേറ്റും. ബീച്ചിൻ്റെ ഒരു അടിപൊളി ഏരിയ ഉണ്ട്, അവിടേക്ക് നമ്മൾ പോവാണ്. ഇതാ കുന്നിൻ്റെ അവിടെ ഇന്നലെ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ ബീച്ച് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സൂപ്പറാന്ന് പറയാം. കീട്ടിലം ബീച്ച്. ഒരാഴ്ച മുമ്പ് രാത്രി വെള്ളടിച്ചിട്ട് ഇവിടെ 2 ഇന്ത്യക്കാർ, അതായത് കപ്പിൾസ് പോയി വെള്ളത്തിൽ പോയി. ഇവിടുത്തെ ഗാർഡും കാര്യങ്ങളൊക്കെ രക്ഷിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. ഇന്നലെ ഞാനൊരു പോലീസ് ഓഫീഷ്യലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നല്ല കമ്പനി ആയിട്ടോ. അപ്പോൾ അവർ പറഞ്ഞതാണ് രാത്രിയോടെ ഭയങ്കര സീനും കാര്യങ്ങളാണ്. ഒരാഴ്ച മുമ്പ് ഇന്ത്യൻസ് പോയി കാരണം ഇപ്പോൾ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ്. ഇവിടുത്തെ ടൂറിസം പോലീസ് ഭയങ്കര കമ്പനിയാണ്. ഞാൻ അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു അറിയാൻ വേണ്ടി അവരുടെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചു. അവർക്ക് 90,000 രൂപ. ഭയങ്കര ഹയർ പൊസിഷനാണെങ്കിൽ 1,00,000 രൂപ. 90,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 25,000 രൂപയുള്ളൂ. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ശ്രീലങ്ക അടിപൊളി രാജ്യമാണ്, നല്ല ക്ലീനാണ്,
അതാണ് ശ്രീലങ്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ ഷർട്ടൊക്കെ ഊരിയിട്ടാ, വേറെ ഒന്നും കൊണ്ടല്ല. അതിൻ്റെ അരയോളം വെള്ളം ഉണ്ടാവും. ഈ വഴി അങ്ങോട്ട് നടക്കണം. രാവിലെ ഇപ്പോൾ തീരെ കുറഞ്ഞു കേട്ടോ. എന്നാൽ രാത്രി അങ്ങോട്ട് പോയിണ്ടായിരുന്നു എങ്ങനെയാണെന്ന് റൂട്ട് നോക്കാൻ വേണ്ടി. പുതിയ സ്ഥലമാണ്. പുതിയ സ്ഥലം ആയതുകൊണ്ട് നമ്മൾ എല്ലാം നോക്കി പഠിച്ചിട്ട് വേണം ചെല്ലാൻ. അതിൻ്റെ അപ്പുറത്തേക്ക് ചെല്ലരുത്, കാരണം അത് ഡേഞ്ചർ പോയിന്റ് ആണ് കാണിക്കുന്നത്. എൻ്റെ അരയോളം വെള്ളമായി, ട്രൗസർ നനഞ്ഞു. ക്ലിയർ വെള്ളം കേട്ടോ, പാറ അടക്കം കാണാൻ പറ്റുന്നുണ്ട്. എന്താ അടിപൊളി വെള്ളമാണെന്നറിയോ. തിരുമാല വന്നടിക്കുന്നുണ്ട്, നല്ല രസമുണ്ടോ. ഇതിൽ കൂടെ കുന്നത്ത അടിപൊളിയാണ് കേട്ടോ. ഇതൊരു കടലിൻ്റെ നടുക്കാണ്, ഇതിൻ്റെ ചുറ്റിനും കടലാണ്. നമുക്കൊരു അടിപൊളി ഡ്രോൺ ഷോട്ട് എടുക്കാം. ഇതിങ്ങനെ കയറാം. ഇവിടെ നോക്കി കയറണം കേട്ടോ, ഇവിടെ ചില സ്ലിപ്പാവും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് കയറണം. റിസ്ക് ഒന്നുമില്ല, സംഭവം എളുപ്പമാണ്. ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. എൻ്റെ പൊന്നെ എന്താ അടിപൊളിയാണ് നോക്കിയേ. ഇതൊരു ഐലൻഡ് പോലെ, ഇവിടേക്ക് ടെൻ്റ് അടിച്ചൊന്ന് താമസിക്കാനും എന്ത് ബൈക്കൊന്ന് ഓർത്ത് നോക്കിയേ. ഇവിടെ കാക്കകൂട്ടങ്ങളുണ്ട്. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വ്യൂ. അടിപൊളിയല്ലേ. ഈ വ്യൂ പോയിന്റ് എന്ത് രസമാണെന്നറിയോ, നല്ല ഭംഗിയുണ്ട്. ക്ലീൻ കണ്ട, അതുപോലെ തന്നെ നല്ല വൃത്തിയുണ്ട്. ഒരു പറയുടെ പോലെ തന്നെ. ഇത് രസമാണെന്നറിയോ, വേറെ തന്നെ മൂടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഫുൾ വ്യൂ കാണാം, അടിപൊളി. ഇനി നമുക്ക് കോക്കനട്ട് ഹിൽ ബീച്ചിലേക്ക് പോകണം. അത് ആ അറ്റത്താ പറഞ്ഞ കോക്കനട്ട് ഹിൽ ബീച്ച്. അതും ഒരു ഫേമസ് ബീച്ചാണ്, അവിടേക്ക് നമുക്ക് പോവാം. ഇതാണ് റൂട്ട് കേട്ടോ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ എത്തണം. എന്നിട്ട് റോട്ടിൽ കൂടെ നടന്ന് 2 കിലോമീറ്റർ നടന്ന് അവിടെ എത്തണം. നമ്മളങ്ങനെ ഓട്ടോസ് പിടിച്ചിട്ട് കോക്കനട്ട് ഹിൽ ബീച്ചിലേക്ക് 150 രൂപയാണ് പറയണേ. നമ്മുടെ നാട്ടിൽ 30 രൂപ അത്രേ ഉള്ളൂ. ഇരിസ ബീച്ചിൽ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. ഞാൻ പിന്നെ ഓട്ടോറിക്ഷ പിടിച്ചു എന്നുള്ള രാവിലെ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇറക്കിയിട്ട് ഓട്ടോറിക്ഷ ബാക്കിയിട്ട് കാരണം തന്നെ ചേഞ്ച് ഇല്ല, 1000 ചേഞ്ച് വേണം. അവിടെ കോക്കനട്ട് ഹിൽ ബീച്ചിലേക്ക് ഓട്ടോറിക്ഷ ഒന്നും പോവില്ല. ഇപ്പോൾ കോക്കനട്ട് ഹിൽ ബീച്ചിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് സൺസെറ്റ് ബാർ മിറിസ ആണ്. ഇപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞാൽ കോക്കനട്ട് ഹിൽ ബീച്ച് എത്തും. ഈ മതിലിൻ്റെ ഇപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കോക്കനട്ട് ഹിൽ ബീച്ച്. ആ വഴി വെയിറ്റ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ല ഞാൻ. അവിടെ ഒരാൾ വന്ന് പറഞ്ഞേ. കാർ പാർക്കിംഗ് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്, ഇഷ്യൂസ് ഇല്ല. കോക്കനട്ട് ഹിൽ ബീച്ച് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. നടന്ന് നമ്മൾ ഇവിടെ എത്തും. ഇവിടെയാണ് ഒരു എങ്ങോട്ട് പോകണമെന്നൊന്നും വെച്ചിട്ടൊന്നുമില്ല. ഈ ഗേറ്റ് തുറന്ന് അവിടെ സ്റ്റെപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഈ വഴി പോയി നോക്കാം. ഈ വഴി കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ആരോ വെച്ചിട്ടുണ്ട്, കോക്കനട്ട് ട്രീ ഹിൽ എന്ന് പറഞ്ഞിട്ട്. അത് ബീച്ച് തന്നെ പറയണേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാൻ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്, നല്ല വൈബുണ്ട്. ഇതുപോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് നമ്മുടെ ബട്ടർഫ്ലൈ ബീച്ച് വരുന്നത്. സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകുമ്പോൾ അവിടെ ആരോ വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ട്രീ ഹില്ലിന് പറഞ്ഞ പോലെ തന്നെ കുറേ തെങ്ങുണ്ട്. ഇതാണ് ഇതിൻ്റെ വ്യൂ വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എന്ത് ഭംഗിയാ. ഞാൻ ഉദ്ദേശിച്ച സെറ്റപ്പിൻ്റെ കിട്ടിയിട്ടുണ്ട്. കുറേ മണ്ട പോയ തെങ്ങൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറിനേഴ്സ് ഒന്നും അറിയും. രാവിലെ ആയതുകൊണ്ട് ആരില്ലാത്ത. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. കിട്ടിയില്ലല്ലേ, എന്ത് രസമല്ലേ. നമ്മൾ ഡ്രോണൊക്കെ പറത്തിട്ടോ. എനിക്ക് ഇതിനൊക്കെ ഇഷ്ടപ്പെട്ടത് എവിടെ കാണാൻ നമ്മൾ പോയ ബീച്ചിൽ, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇത് ഒരു വ്യൂ മാത്രമുണ്ട്, അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. ഒരു ഫോട്ടോ എടുക്കാനുള്ള ബെസ്റ്റ് വ്യൂ ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിൽ. So I am saying I got 2 friends like that. Oh yes. അപ്പോൾ എനിക്ക് Ah, il va dire qu'il a rencontré. അപ്പോൾ എനിക്ക് 2 ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട്. കോമഡി എന്തിട്ടാണെന്ന് അറിയോ, ഞാൻ ഇവിടെ വ്ളോഗ് എടുക്കുന്ന സമയത്ത് അവർ ലിപ് ലോക്ക് അടിച്ചിരുന്നു. അതാണ് ഇവര് ലിപ് ലോക്ക് അടിക്കാൻ അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ യുവർ നെയിം? Clara. ക്ലാര. ലോറൻസോ. അപ്പോൾ ഇതാണ്. സേ ഹായ്. Hi. നൈസ് ടു മീറ്റ് യു ടു. ഈ ഫ്രെയിമിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഇവരെ കാണാൻ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ 2 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടിപൊളിയാണ് കേട്ടോ ശ്രീലങ്ക. ഇവര് അടിപൊളി ആൾക്കാരാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കൂടി അറിയുക. ബൈ.